യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വേണ്ടി കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും കിട്ടിയുള്ള അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇത് പറയാനായിട്ട് പോകുന്നത്. വേറെ ഒന്നുമല്ല, യൂട്യൂബ് കൊളാബറേറ്റേഴ്സ് എന്ന് പറയുന്ന അപ്ഡേറ്റ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്തോളുക. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂട്യൂബ് കൊളാബറേറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നതെന്നും എന്താണ് ഇതിന്റെ പ്രയോജനമെന്നും ഇന്നത്തെ വീഡിയോയിൽ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് വന്നാലും നിങ്ങൾ കമന്റ് ചെയ്തോളുക. തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ യൂട്യൂബ് കൊളാബറേറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇത് കാണുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. അതിനുശേഷം എങ്ങനെ നമ്മുടെ വീഡിയോയിൽ ഒരു കൊളാബറേഷൻ ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം. വളരെ 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 സിമ്പിൾ ആണ്, പക്ഷേ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇന്നലെ ഞാൻ ഈ ചാനലിൽ ഷിജോപി ബ്രോ എന്ന് പറയുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിലാണ് അത് യൂസ് ചെയ്തത്. അത് ഞാൻ കൊളാബറേറ്റ് ചെയ്തത് എൻ്റെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനലിലേക്കാണ് കൊളാബറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു രണ്ടാമത്തെ ചാനലിന്റെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനലിന്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിലെ കൊളാബറേഷൻസ് എന്ന് പറയുന്ന പുതിയൊരു ടാബ് ആഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതൊക്കെ വീഡിയോയിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കൊളാബറേറ്റ് ചെയ്തതിന് ശേഷം അത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിഡ്രോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊളാബറേഷനിൽ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ലഭിക്കും. അപ്പം ഞാൻ ഇന്ന് ഈ സെറ്റിംഗ്സ് എല്ലാം കാണിക്കാൻ പോകുന്നത് ലാപ്ടോപ്പിലാണ്. നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ഫീച്ചറും ക്രിയേറ്റർ സ്റ്റുഡിയോയിലും ഉള്ളത്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പബ്ലിക് ആക്കിയിട്ടുള്ള ഒരു വീഡിയോയിലും പബ്ലിക് ആക്കാൻ പോകുന്ന അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിലും നമുക്ക് ഈ കൊളാബറേറ്ററിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എങ്ങനെയാണ് പബ്ലിക് ആക്കിയിട്ടുള്ള ഒരു വീഡിയോയിൽ കൊളാബറേറ്ററിനെ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ 2-3 ചാനലുണ്ട്. എല്ലാ ചാനലിലും ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടില്ല. ഷിജോപി ബ്രോ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ എനിക്ക് എനേബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടൊന്ന് കൊളാബ് ചെയ്യുകയാണ്. ഈ വീഡിയോ തന്നെ എടുക്കാം. ഈ ഒരു വീഡിയോ നമുക്ക് ഒന്ന് കൊളാബ് ചെയ്യാം. അതിനായിട്ട് ഞാൻ വീഡിയോയുടെ ഡീറ്റെയിൽസ് സെക്ഷനിലേക്ക് വന്നു. അതിനുശേഷം താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സി മോറിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ, ഏതെങ്കിലും ഒരു 50,000 സബ്സ്ക്രൈബർ ഉള്ള ചാനലുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രയോജനം ഉണ്ടാകും. കാരണം 80,000 ഫോളോവേഴ്സിനോ അല്ലെങ്കിൽ ഈ ആരുമായിട്ടാണോ കൊളാബറേറ്റ് ചെയ്യുന്നത് അവരുടെ വീഡിയോകൾ എവിടെയൊക്കെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നു അവിടെയൊക്കെ തന്നെ നമ്മുടെ വീഡിയോകൾ റെക്കമെൻഡ് ചെയ്യപ്പെടും. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന ചാനലിന് നമ്മുടെ വീഡിയോയുടെ അനലിറ്റിക്സ് കാണിക്കാനായിട്ട് പറ്റും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഏണിങ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഷെയർ ആകത്തില്ല. ബാക്കി വീഡിയോയുടെ റീച്ച്, വീഡിയോയ്ക്ക് എവിടെ നിന്നാണ് വ്യൂ വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു ചാനൽ ഒന്ന് കൊളാബറേറ്റ് ചെയ്യാം. ഞാനിവിടെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. ഇവിടെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ ചാനലാണ്. ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു. ഇവിടെ നമുക്ക് അലോ അനലറ്റിക്സ് വ്യൂയിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോയുടെ അനലറ്റിക്സ് നമ്മൾ ആരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു അവർക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ക്രിയേറ്റ് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് വാട്സപ്പിലൂടെ ടെലിഗ്രാമിലൂടെ ഇമെയിലിലൂടെ നിങ്ങൾ ആരുമായിട്ടാണോ കൊളാബറേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഞാൻ എന്തായാലും കോപ്പി ചെയ്ത് എൻ്റെ തന്നെ കമ്പ്യൂട്ടറിൽ മറ്റൊരു ബ്രൗസറിൽ ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇതിലാണ് എൻ്റെ ഞാൻ ഏത് ചാനലുമായിട്ടാണോ കൊളാബറേറ്റ് ചെയ്യുന്നത് ആ ചാനലിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഉള്ളത്. ഞാൻ ജസ്റ്റ് ഈ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യുകയാണ്. സംതിങ് വെന്റ് റോങ് എന്നും പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഈ ഒരു ഫംഗ്ഷൻ എൻ്റെ ആ ഒരു ചാനലിൽ കൊളാബറേറ്റർ എന്ന് പറയുന്ന ഫീച്ചർ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇന്നലെ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിക്കുകയും ചെയ്തു. ഈ ഒരു ഫീച്ചർ വെച്ചിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്തത്. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ലിങ്ക് എടുക്കുക. ഇതിപ്പോൾ എൻ്റെ ചാനലിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം. ഒരുപക്ഷെ നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ കണ്ടിന്യൂ റെക്കോർഡ് ചെയ്ത് ഇത് ഈ കാര്യം നിങ്ങളെ നന്നായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ബഗ് ആയിരിക്കാം, ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ ലിങ്ക് എടുക്കുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. ലിങ്ക് എടുത്ത് നമ്മൾ ആരുമായിട്ടാണോ കൊളാബറേറ്റ് ചെയ്യുന്നത് അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഡിവൈസിൽ നിന്ന് ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതേപോലെ ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്കായിരിക്കും ഓപ്പൺ ആകുന്നത്. ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആ ഒരു ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊളാബറേഷൻ എനേബിൾ ആയിട്ടുണ്ട്. പിന്നീട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണല്ലോ കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ എനേബിൾ ചെയ്തത്. അതായത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബാക്ക് ചെയ്ത് കൊളാബറേഷൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞപ്പം ഈ ഒരു വീഡിയോയിൽ, അതായത് ഇന്നലെ ഇട്ട കംപ്ലീറ്റ് 4000 hours വാച്ച് ടൈം എന്ന് പറയുന്ന വീഡിയോയിലാണ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ തന്നെ ഞാനിവിടെ ഫോണിൽ പ്ലേ ചെയ്യും. പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഷിജോപി ബ്രോ ആൻഡ് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറഞ്ഞ് ഇവിടെ 2 ചാനലുകളുടെയും പേര് സബ്സ്ക്രൈബറിന്റെ തൊട്ടടുത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൊളാബറേറ്റേഴ്സ് എന്ന് പറഞ്ഞ 2 ചാനലുകളുടെയും
പേരും അതേപോലെ ഡീറ്റെയിൽസും സബ്സ്ക്രൈബേഴ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കൊളാബ് ചെയ്ത ചാനലിലേക്ക് വ്യൂവേഴ്സിന് പോകാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഷിജോ പി എബ്രഹാം എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് ഈ കൊളാബ് കൊടുത്തത്. അപ്പം കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനൽ അറിയാത്ത ആളുകൾക്ക് പോലും ഈ ഒരു കൊളാബ് ഓപ്ഷൻ കണ്ടുകൊണ്ട് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ചാനലിൽ പോകാനും അതിലെ കണ്ടന്റുകൾ കാണാനും അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സാധിക്കും. അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടംപോലെ അൺബോക്സിംഗ് പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോകളൊക്കെ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ പലതും അതിൽ അൺബോക്സ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് യൂട്യൂബ് കൊളാബറേഷൻ എന്ന് പറയുന്ന ഫീച്ചർ. ഈ ഒരു ഫീച്ചർ കുറച്ച് നേരത്തെ വരേണ്ടതാണ്, പക്ഷേ യൂട്യൂബ് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പം മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ചാനലുമായിട്ട് യോജിച്ചു പോകുന്ന ചാനലുകളുമായിട്ട് കൊളാബ് ചെയ്യുക. എല്ലാ ചാനലുകളുമായിട്ട് വലിച്ചു വാരി കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട എത്ര പേർക്ക് യൂട്യൂബ് കൊളാബറേഷൻ എന്ന് പറയുന്ന ഈ ഫീച്ചർ എനേബിൾ ആയി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.